ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പക്കറിയാണ്. അതായത് ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു കപ്പക്കറിയാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു തണുത്ത കഞ്ഞിയുടെ കൂടെയാണ് ഈ കപ്പക്കറി ഒഴിച്ച് കഴിക്കാനുള്ള വിധത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കി ഇനി വീഡിയോയിലോട്ട് കിടക്കാം. കപ്പ 1 കിലോ, പട്ട 4 എണ്ണം, കരയാമ്പൂ 6 എണ്ണം, ഏലക്കായ 2 എണ്ണം, പെരിഞ്ജീരകം 3/4 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി, പച്ചമുളക് 3 എണ്ണം, സവാള 2 എണ്ണം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പരിപ്പ് വേവിച്ചത് 3/4 കപ്പ്, 1/4 പാല് 1 കപ്പ്, വിനാഗിരി 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, വറ്റൽമുളക് 6 എണ്ണം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. 1 കിലോ കപ്പയുണ്ട്. നമുക്ക് ഈ കപ്പനെ വെട്ടി നുറുക്കാം. യമോനെ കപ്പക്കറി കൂട്ടണോ? അപ്പോൾ വെച്ച് തരാം കേട്ടോ. ഇനി നമുക്കിതിനെ കഴുകി വേവിക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ല വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ. ഇത് നാടൻ കറിയാണ്, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ മതി. ഇനി അതിലോട്ട് ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പെരിഞ്ജീരകം ഇതൊക്കെ ഇടണം. അപ്പോൾ അതൊന്ന് പൊട്ടിക്കോട്ടെ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി ഇടാം. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഇടാം, പിന്നെ പച്ചമുളക്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇതിലോട്ട് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാള ഇനി ഇതിലേക്ക് ഇട്ടേക്കണം കേട്ടോ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെയും നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. പൊടികളിടാം കേട്ടോ. നമുക്കിനി ഇതിലോട്ട് എന്തിടണം? മല്ലിപ്പൊടി ഇടാം അല്ലേ? മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ എന്തിട്ടിടണേ? കുരുമുളക് ഇടണോ? കുരുമുളക് ഇടണ്ട. നമുക്കിതേ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിലോട്ട് എന്തിടണം? മുളക് പൊടി അല്ലേ? മുളക് പൊടി സ്വല്പം ഇട്ട് കൊടുക്കുക. നമുക്ക് മുളക് പൊടി ഇട്ടു. നമുക്ക് അടച്ചു വയ്ക്കാം അല്ലേ? നമുക്ക് ഈ പൊടികളുടെ ആ മണമൊക്കെ പച്ചക്കൂത്തു മണം പോണ വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പരിപ്പ് വേവിച്ച് വെച്ചതാണ്. ഈ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കുറച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഞാൻ വേവിച്ച് വെച്ച കപ്പയാണ്. കപ്പ ഇതിലോട്ട് ഇടേണ്. എന്നിട്ട് കിയ പറഞ്ഞ പോലെ നന്നായിട്ട് ഇളക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം.
നമ്മുടെ കപ്പയും പരിപ്പും എല്ലാം കൂടി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഞാനിത് അടച്ചു വെച്ചേക്കുന്നത്. നല്ല വെന്ത കപ്പയാണെങ്കിൽ, നല്ല ഉടയണ കപ്പയാണെങ്കിൽ നമുക്കിതിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം പതുക്കാം. ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കണത് ഇങ്ങനെ ഉടയാത്ത കപ്പയാണ്. എന്ന് വെച്ചാൽ കപ്പ ഇങ്ങനെ ശരിക്കും ഉടയണ കപ്പ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കപ്പക്കറി വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ ഇങ്ങനെ അധികം ഉടയില്ല. ടേസ്റ്റ് ചെയ്യണോ? അപ്പോൾ തരാം കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാനിവിടെ കപ്പയും പരിപ്പും കൂടിയും ഇട്ട് ഇളക്കിയൊക്കെയാണ്. ഇതിൽ ഉപ്പുണ്ടാന്ന് നോക്കിയൊക്കെയാ മോനെ. ഉപ്പുണ്ടാ ഇനിയും വേണോ? വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ 1/4 പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സ്വല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. സ്വല്പം ചേർത്താൽ മതി, അധികം പുളിയായി കൊള്ളില്ല. പിന്നെ ഇതിൽ വിനാഗിരിക്ക് വരാൻ തക്കാളി ചേർക്കേണ്ടവർക്ക് തക്കാളി ചേർക്കാം. വഴറ്റുന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലോട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഭയങ്കര സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ. ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെയോ ഒക്കെ പാകമാണ്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പം നമുക്കിനി കറിയിലോട്ട് കാച്ചി ഒഴിക്കണം. കുറച്ച് കടുകൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പം നമുക്ക് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഇതിലോട്ട് നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒന്ന് മൂത്തോട്ടെ. ഉണ്ടെങ്കിൽ ഇതിലോട്ട് കറിവേപ്പില. ഞാൻ തീ ഓഫാക്കിയാണ്. എന്നിട്ട് നമുക്ക് ഇതിനെടുത്ത് കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിലോട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഒഴിച്ച് കറിയാണ് ഇത് കപ്പക്കറി. മോനെ നമുക്ക് ഇതൊക്കെ ഒഴിച്ച് കഞ്ഞി കുടിച്ചാലാ? മോരൊക്കെ ഒഴിച്ച് നല്ല കാന്താരി മുളകൊക്കെ ചാലിച്ച് കുടിച്ചാലാ? നമുക്ക് കഞ്ഞി കുടിക്കാം. ബാ നമുക്ക് കഞ്ഞി കുടിക്കാം. അമ്മ കഞ്ഞി തരട്ടെ? അമ്മ കുറച്ച് കഞ്ഞി ഒഴിക്കണുള്ളൂ കേട്ടോ മോനെ. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിക്കുന്നു. കഞ്ഞിയിൽ അമ്മ ഉപ്പിട്ട് വെച്ചതാണ് നേരത്തെ തന്നെ. ഇനി എന്തുട്ടാ വേണ്ടേ മോനെ? ഇനി ഒന്നും വേണ്ട. കപ്പക്കറി വേണോ? ഇച്ചിരി കപ്പക്കറി ഒഴിച്ചേക്കാം സ്വല്പം. ഇനി നമുക്ക് പ്ലാവലക്കയിൽ പ്ലാവല അമ്മ കുത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുത്തി കഴിക്കാം. പഴയ സ്റ്റൈലിൽ നമുക്കിങ്ങനെ കഴിക്കാം. പിടിച്ചോ. ഞാനിവിടെ എനിക്കുള്ള കഞ്ഞി അവൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്കുള്ള കഞ്ഞി ഞാൻ ഇതിലോട്ട് പകർത്തിയാണ്. കണ്ടില്ലേ ദേ കഞ്ഞി. ഇതിൽ ഞാൻ നേരത്തെ ഉപ്പിട്ട് വെച്ച കഞ്ഞിയാണിത്. തലേ ദിവസം ഇട്ട് ഒഴിച്ചു വെച്ച കഞ്ഞിയാണിത്. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ താരമായ കപ്പ കറി, കപ്പയുടെ ചാറ്,
പിന്നെ നമ്മുടെ തൈര് അല്ലേ, തൈരും പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂർക്ക ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 കാന്താരി മുളകും പിന്നെ ഒരു മീൻ വറുത്തതും. അപ്പം നമുക്കിനി നമ്മുടെ പഴയ മാമൂലിൽ വെച്ച പോലെ നമുക്ക് കഞ്ഞി കുടിക്കാം. പ്ലാവിലയിലാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. എന്നിട്ട് ഇതിലൊരു കാന്താരി മുളകിനെ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചാലിക്കുക കാന്താരി മുളകിനെ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. നല്ല ടേസ്റ്റാണ് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. വയറിന് ഒരു പ്രോബ്ലം ഒന്നും വരാത്തൊരു കഞ്ഞിയാണിത്. അപ്പം ഞാൻ പ്ലാവില ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു പോയി. എൻ്റെ പഴയ ചെറുപ്പത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ട് വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ പ്ലാവില കുത്തി കഞ്ഞി കുടിക്കുമ്പോൾ ഈ തണുത്ത ചോറ് വെള്ളത്തിലിട്ട ചോറ് കഴിക്കുമ്പോൾ ഞാൻ പറയും ഇത് എന്തിനാണ് ഈ വളിച്ച ചോറ് കഴിക്കണേന്നൊക്കെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ പോയ താപ്പിന് എല്ലാവരും കഴിക്കാൻ പറഞ്ഞ് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ മസിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഇവർ പോയ താപ്പിന് ഞാൻ ഈ കഞ്ഞി എടുത്ത് ഒന്ന് കോരി കുടിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ രസം ഞാൻ അന്നാണ് അനുഭവിച്ചറിഞ്ഞത്. പിന്നെ തൊട്ട് കഞ്ഞി മതിയായിരുന്നു എനിക്ക്. അപ്പോൾ ഈ പ്ലാവില കുത്തി കഞ്ഞി കുടിച്ചപ്പോൾ എനിക്ക് ആ ഓർമ്മയാണ് വന്നത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. നല്ല കാന്താരി മുളകൊക്കെ ചാലിച്ച് എന്നിട്ട് ഇതിലേക്ക് നമുക്കിതേ ഈ കൂർക്ക ഉപ്പേരി പിന്നെ ഇവിടെ ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ചെയ്യാമോന് ഞാൻ തന്നില്ല കേട്ടോ, എരിയൊന്നും ഞാൻ വെച്ചിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ പഴങ്കഞ്ഞിയും കപ്പക്കറിയും തൈരൊക്കെ ഒഴിച്ചൊന്ന് കഴിച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ അമർത്താൻ മറക്കല്ലേ കേട്ടോ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഞാൻ ഈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. Thank you.